ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 52-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. രാത്രി സാറാമ്മയുടെ വീട്ടിലെ ആ ചെറിയ മുറിയിലെ മങ്ങിയ വെളിച്ചം ചുവരുകളിൽ നിഴലുകൾ തീർത്തു. ആമിക ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഫൈസലിൻ്റെ ഭ്രാന്തമായ മൊഴികൾ അവളുടെ മനസ്സിൽ ഒരു ചിത്രത്തിലെന്ന പോലെ തെളിഞ്ഞു വന്നു. അവൾ മരണം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സ്വയം മരിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ആമിക പതുക്കെ സ്വയം മന്ത്രിച്ചു. വേദനയില്ലാത്ത ലോകത്തേക്ക് ആ പാവം കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയത് ആരാണ്? ആ കൈകൾ, ആ നീതി നടപ്പിലാക്കിയ ആ കൈകൾ ആരുടേതാണ്? അയാളുടേത് ഒരു ക്രൂരകൃത്യമാണോ, അതോ അതൊരാശ്വാസമായിരുന്നോ? അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചോദ്യം ചോദിച്ചു. മേഡം, നമുക്ക് ആ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അവളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനെങ്കിലും. ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സാറാമ്മയുടെ ചോദ്യം അവളുടെ കാതുകളിൽ മുഴങ്ങി. ആമിക മറുപടി പറയാതെ പുറത്തെ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. സാറാമ്മ തുടർന്നു. ഇനി കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ പന്ന ഫൈസലിൻ്റെ തനി ഗുണം പുറത്തു വന്നല്ലോ. പക്ഷെ ഭ്രാന്ത് അഭിനയിച്ച് അവൻ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടുമോ എന്നതാണ് എൻ്റെ പേടി. ആമിക മെല്ലെ തിരിഞ്ഞു. അവളുടെ മുഖത്ത് ഒരു ദൃഢനിശ്ചയം നെള്ളിച്ചിരുന്നു. സാറാമ്മേ, നാളെ രാവിലെ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരെ ഒന്ന് പോകണം. ഇതുവരെ അവർക്കൊന്നും അറിയില്ലല്ലോ. നമുക്കവരോട് എല്ലാം പറയണം. സ്വന്തം മകളുടെ മരണത്തിൻ്റെ പിന്നിലെ ക്രൂരമായ സത്യങ്ങൾ അറിയാൻ ആ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. ഫൈസൽ സ്വന്തം മകളോട് ചെയ്ത ക്രൂരതയെപ്പറ്റി അവരറിയണം. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഫൈസൽ നിരപരാധിയാണെന്ന് അവരുടെ മനസ്സ് വിധി എഴുതും. അവനെ വീണ്ടും ആ വീട്ടിലേക്ക് ക്ഷണിക്കും. അതൊരിക്കലും സംഭവിക്കരുത്. ആ പാവം കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ആമികയുടെ ആ വാക്കുകളിൽ ഒരു പ്രത്യേക തീക്ഷ്ണതയുണ്ടായിരുന്നു. മറുപടി പറയാതെ സാറാമ്മ ഒരു നിമിഷം ആമികയെ തന്നെ നോക്കി നിന്നു. ആ പെൺകുട്ടിയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും മോചനം കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആ സംഭാഷണം കൂടുതൽ നീട്ടാൻ താല്പര്യമില്ലാത്തതുപോലെ സാറാമ്മ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ആ, നാളത്തെ കാര്യം നാളെയല്ലേ മേഡം, ഞാൻ ഉറങ്ങട്ടെ. അത് പറഞ്ഞുകൊണ്ട് സാറാമ്മ ഉറങ്ങാൻ തുടങ്ങിയെങ്കിലും ആമികയിൽ നിന്നും നിദ്ര അകന്നു നിന്നു. അവളുടെ മനസ്സിൽ ആ ചോദ്യം ബാക്കിയായിരുന്നു. ഫൈസലിനെ പോലൊരു പിശാചിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ആ വീട്ടിൽ പാത്തുവിനെ രക്ഷിക്കാൻ വന്ന ആ രക്ഷകൻ ആരാണ്? പെട്ടെന്ന് എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് അവിടേക്ക് വീശിയടിച്ചു. ഏതോ ആത്മാവിൻ്റെ നിശബ്ദ സാന്നിധ്യം പോലെ. പെട്ടെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അലറിക്കരയുന്ന ഫൈസലിൻ്റെ ശബ്ദം ആമികയുടെ കാതുകളിൽ മുഴങ്ങി. ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടക്കം മാത്രം. ഇനിയും ഒരു കൊടുങ്കാറ്റ് വരാൻ തയ്യാറെടുക്കുന്നുണ്ട്, അവളുടെ മനസ്സ് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 8 മണി. ജമാലിൻ്റെ വീട്. നിങ്ങളെന്തിനാ ഇവിടെ? ഇനി ഇവിടെയുള്ളത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ്. ഞങ്ങളുടെ മകളുടെ മരണത്തിൻ്റെ പേരിൽ ഞങ്ങളെയും അറസ്റ്റ് ചെയ്യാനാണോ ഈ വരവ്? ആകെ ഉണ്ടായിരുന്ന ആശ്വാസം ഞങ്ങളുടെ പാച്ചുവാ. അവനെയും നിങ്ങൾ കൊണ്ടുപോയി. വാതിൽ തുറന്ന് പുറത്തേക്കെത്തിയ ജമാൽ പോലീസിനെ കണ്ട് എന്തെന്നില്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. സോറി മാഡം, ഇത് കാര്യമാക്കണ്ട. ഇക്കാക്ക് പാച്ചുവിനോട് എന്തെന്നില്ലാത്ത അടുപ്പമായിരുന്നു. മോള് പോയ ശേഷം അവനിലായിരുന്നു ഇക്കാടെ പ്രതീക്ഷ മുഴുവനും. നിങ്ങൾ കയറിയിരിക്കെ. പെട്ടെന്ന് അയാൾക്ക് പുറകിൽ ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി. ജമാലിൻ്റെ ഭാര്യ. ആമിക അവരെ സൂക്ഷിച്ചു നോക്കി. മകളെ നഷ്ടപ്പെട്ട ദുഃഖം ആ അമ്മയുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടടങ്ങളിൽ കറുപ്പ് ബാധിച്ചിരിക്കുന്നു. മേഡം, സാറാമ്മയുടെ വിളിയാണ് ആമികയെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ ഫൈസലിനെ ചോദ്യം ചെയ്തോ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ തെളിവുകൾ കിട്ടിയോ? ജമാലിൻ്റെ ഭാര്യ ആകാംക്ഷയോടെ ചോദിച്ചു. ആമിക ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ അല്പം കൂടി മുന്നോട്ട് ആഞ്ഞിരുന്ന അവരുടെ കണ്ണുകളിൽ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി. മേഡം, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ എനിക്കാവില്ല. മരണത്തിൽ ഉത്തരവാദിത്വം നിങ്ങളുടെ കൂടിയാണ്. ഞങ്ങളുടെ മകളുടെ മരണത്തിന് ഞങ്ങൾ ഉത്തരവാദികളോ? നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ജമാൽ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് ഉറക്കെ അലറി. ജമാൽ, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാക്കാനാവും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും അതിന് കാരണക്കാരായി. നിങ്ങൾ സ്വന്തമെന്ന് കരുതിയ ഫൈസൽ എന്ന ആ ക്രിമിനൽ, അവൻ തന്നെയാണ് ആ പാവം കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. കഷ്ടം തന്നെ. നിങ്ങളുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ എൻ്റെ പാച്ചുവിനെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? പാച്ചുവിന് അവൾ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയായിരുന്നു.
ഇതുവരെ നിയമത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. മേലാൽ ഇതും പറഞ്ഞ് നീ ഇവിട്ട് വരരുത്. പിന്നെ എനിക്കെൻ്റെ മകളുടെ മരണത്തിൽ യാതൊരു പരാതിയുമില്ല. എൻ്റെ പാച്ചുവിനെയെങ്കിലും എനിക്ക് തിരികെ വേണം. അതിനേതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ജമാൽ കോപം അടക്കാനാവാതെ മുരണ്ടു. ദാ ഇത് നോക്കൂ. ആമിക തൻ്റെ ഫോൺ എടുത്ത് ഫൈസലിൻ്റെ കുറ്റസമ്മതം നിറഞ്ഞ ആ വീഡിയോ അവർക്ക് മുൻപിലേക്ക് ഓണാക്കി വെച്ചു. അപ്പോഴേക്കും സാറാമ്മയുടെ ഫോൺ ബെല്ലടിച്ചു. അവർ തിരക്കിട്ട് പുറത്തേക്ക് നടന്നു. വീഡിയോയിലെ ഫൈസലിൻ്റെ ഓരോ വാക്കുകളും ജമാലിൻ്റെയും ഭാര്യയുടെയും നെഞ്ചിൽ തീമഴയായി പെയ്തു. കേൾക്കുന്നതൊന്നും വിശ്വസിക്കാനാവാതെ ആ അമ്മ നെഞ്ചുപൊട്ടി തകർന്നിരുന്നു. ജമാലിൻ്റെ കണ്ണുകൾ അണപൊട്ടി ഒഴുകി. മാഡം, സ്റ്റേഷനിൽ നിന്നാണ്. ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വന്ന സാറാമ്മ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്ത് പ്രശ്നം? അത് ആ ചെറുക്കൻ, അവൻ സ്റ്റേഷനിലെ ടോയ്ലറ്റിൻ്റെ ജനൽ കമ്പിയിൽ തൂങ്ങി. വാട്ട്? സാറാമ്മയുടെ വാക്കുകൾ സമ്മാനിച്ച ഞെട്ടലിൽ ആമിക ചാടി എഴുന്നേറ്റു. എന്നിട്ടെന്താ? അവൻ ചത്തു. അത് പറയുമ്പോൾ സാറാമ്മയിൽ എന്തെന്നില്ലാത്ത സംതൃപ്തി നിറഞ്ഞു നിന്നു. ആമിക ഞെട്ടലോടെ ജമാലിനെ നോക്കി. സർ, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഫൈസൽ, അവൻ സ്റ്റേഷനിലെ ശുചിമുറിയിൽ. പക്ഷെ ആ വാർത്ത കേട്ടിട്ടും ജമാലിൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ആ പ്രതികരണശേഷിയില്ലാത്ത അവസ്ഥ ആമികയെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അതുവരെ നിശ്ചലമായിരുന്ന ജമാലിൻ്റെ ഭാര്യ പെട്ടെന്ന് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. ഞാൻ വരാം. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച ആ നായിൻ്റെ മോനെ എനിക്കൊന്ന് കാണണം. അവൻ്റെ ചത്ത് മലച്ചുള്ള കിടപ്പ് ഈ അമ്മയുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ഒന്ന് കാണണം. അവൻ ചത്തത് നന്നായി. ഇല്ലെങ്കിൽ അവൻ്റെ മരണം എൻ്റെ കൈകൾ കൊണ്ടായേനെ. രാവിലെ 11 മണി, കല്ലൂർക്കാട് സ്റ്റേഷൻ. ഫൈസലിൻ്റെ തൂങ്ങിയാടുന്ന ശരീരം കണ്ടപ്പോൾ ആമികയുടെ ഉള്ളിൽ ഒരു നടുക്കം പടർന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവളുടെ അന്വേഷണാത്മകമായ മനസ്സുണർന്നു. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഈ കയർ അതെങ്ങനെ ഈ ശുചിമുറിയിൽ വന്നു? അവൾ ചുറ്റും നോക്കി. അത് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞത് സാറാമ്മയായിരുന്നു. അത് ആ കയർ പശുവിനെ കെട്ടാൻ ഞാനിന്നലെ വാങ്ങിച്ചതാ. വൈകിട്ടത്തെ ആ തിരക്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മറന്നു. ദാ ആ വഴിക്കാണല്ലോ ശുചിമുറിയിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകും വഴി ഒരുപക്ഷെ ഫൈസൽ അത് എടുത്തതായിരിക്കും. വല്ലാത്ത കഷ്ടമായിപ്പോയി അല്ലേ സാറേ? സാറാമ്മയുടെ മുഖത്തെ ആ ക്രൂരമായ സംതൃപ്തി ആമികയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത നൽകി. അവൾ കോൺസ്റ്റബിളിൻ്റെ നേരെ തിരിഞ്ഞു. അങ്ങനെ നിസ്സാരമായി നമുക്ക് പറഞ്ഞൊഴിയാനാകില്ല. അയാളെ ബാത്റൂമിൽ കൊണ്ടുപോയപ്പോൾ കൂടെ കോൺസ്റ്റബിൾ ഉണ്ടായിരിക്കണം എന്നല്ലേ നിയമം. പിന്നിതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ അവനെ പുറത്തിറക്കിയപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു വലിയ ശബ്ദം കേട്ടത്. അതെന്താണെന്ന് നോക്കാൻ ഓടിയപ്പോഴേക്കും അവൻ ബാത്റൂമിൽ കയറി വാതിലടച്ചു. കോൺസ്റ്റബിൾ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ആ ശബ്ദം എന്താണെന്ന് മനസ്സിലായോ? ആമികയുടെ നോട്ടം കോൺസ്റ്റബിളിൽ തറഞ്ഞു. എല്ലാവരും ചേർന്ന് ആസൂത്രണം ചെയ്തൊരു കൊലപാതകമോ ആത്മഹത്യയോ ആണിതെന്ന് അവൾ സംശയിച്ചു. ഓ, അതെൻ്റെ ബൈക്ക് മറിഞ്ഞു വീണതാ. വളരെ നിസ്സാരമായി പറയുന്ന അയാളുടെ വാക്കുകളിലും എന്തൊക്കെയോ ദുരൂഹത ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ആമികയ്ക്ക് തോന്നി. ആ സംശയത്തോടെ തന്നെ അവൾ സാവധാനം പറഞ്ഞു. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. തൽക്കാലം ഞാൻ കാര്യങ്ങളൊക്കെ അലോക് സാറിനെ അറിയിക്കട്ടെ. നിങ്ങളെ സസ്പെൻഡ് ചെയ്യാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇത് കേട്ട് സാറാമ്മയും കോൺസ്റ്റബിളും പരസ്പരം നോക്കി ഒരു നിഗൂഢമായ പുഞ്ചിരി കൈമാറി. മാഡം, ഞങ്ങൾ ഇറങ്ങുക. എത്രയും പെട്ടെന്ന് പാച്ചുവിൻ്റെ കാര്യങ്ങൾ അവൻ്റെ വീട്ടിൽ അറിയിക്കണം, ജമാലിൻ്റെ ഭാര്യ പറഞ്ഞു. ആ വാക്കുകളിലും അവരുടെ മുഖത്തെ സംതൃപ്തിയിലും ആമിക ഒരു ചോദ്യചിഹ്നം കാണുകയായിരുന്നു. ഇവരെല്ലാവരും കൂടി തന്നെ വിഡ്ഢിയാക്കുകയാണോ? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.